രാവിലെ എഴുന്നേൽക്കാനൊക്കെ വൈകി പോകുന്ന ദിവസങ്ങളിലുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കടലക്കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. കടല നമ്മൾ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ്. 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ വീതം മല്ലിപ്പൊടിയും ഗരം മസാലയും, 1/2 സ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടി, നല്ല ജീരകം പൊടിച്ചതാണ്. കൂടെ 1 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കണേ. 1/2 ഇഞ്ച് നീട്ടത്തിലുള്ള ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും കൂടെ ചേർക്കണം. ഇനി നമ്മളിതാ തക്കാളിയാണ് ചേർക്കുന്നത്. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ ബട്ടറും കൂടെ ചേർക്കാൻ കേട്ടോ. ഇതാണ് നമ്മുടെ ഈ കടലക്കറിക്ക് ഒരു പ്രത്യേക രുചി കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലൊക്കെ ഇതുപോലെ ഒരു കുറച്ചൊക്കെ ബട്ടർ ഇട്ടൊന്ന് കടലക്കറി വെച്ച് നോക്കണേ. ഒത്തിരി ഒന്നും വേണ്ട, ഒരു 2 സ്പൂൺ മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഈ കടല ഒന്ന് കവർ ചെയ്ത് നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് ഒരു 1.5 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഏതാണ്ട് ഒരു 4 വിസിൽ മതിയാവും കേട്ടോ നമുക്കിത് വെന്ത് കിട്ടാൻ. ഇതിൻ്റെ ആവിയൊക്കെ മുഴുവനായിട്ട് പോയതിന് ശേഷം ഇപ്പോൾ ഞാനിതാ കുക്കർ തുറക്കുന്നുണ്ട്. നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സിമ്പിളായിട്ടൊരു താളിപ്പും കൂടെ നമ്മൾ തയ്യാറാക്കി ഒഴിക്കുകയാണ്. ഇത് താളിക്കാനായിട്ട് നമ്മൾ എണ്ണ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ നെയ്യ് കൂടെ ചേർക്കണേ. ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് താളിക്കുമ്പോൾ. താളിക്കാനായിട്ട് ഞാൻ അതുപോലെ കടുകും പച്ചമുളകും കസ്തൂരി മേത്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം വേണം കേട്ടോ കസ്തൂരി മേത്തിയും ആ പച്ചമുളകും കൂടെ ചേർക്കാനായിട്ട്. ഞാനിട്ടപ്പോൾ അറിയാതെയല്ല എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് പോയതാണ്. കടുക് നന്നായിട്ട് പൊട്ടുന്നതാണ് അതിനൊരു പ്രത്യേക രുചി. ഇനി ഇതാ നമ്മുടെ കറിയിലേക്ക് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കിയെടുത്താൽ മതി. ആ കസ്തൂരി മേത്തിയുടെ ആ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് ആ നെയ്യിൽ കടുകൊക്കെ താളിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കടലക്കറിയാണ്. സിമ്പിളല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.